എല്ലാവർക്കും കൈരളിയുടെ സ്നേഹോഷ്മളമായ ഓണാശംസകൾ. കൈരളി എന്ന മലയാള സംഘടന രൂപീകൃതമായിട്ട് ഇന്നേക്ക് 16 വർഷം തികയുന്നു. 2008 ഇതിന് രൂപം കൊടുക്കുമ്പോൾ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത് വളർന്ന് ഇത്രയും വലുതാകുമെന്ന്. ഓരോ വർഷവും പുതിയ ഭാരവാഹികൾ ചുമതലയേൽക്കുമ്പോൾ അവർക്ക് കൈരളിയുടെ ചരിത്രത്തിൽ എന്തെങ്കിലും ആലേഖനം ചെയ്യാനുണ്ടാകും. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒട്ടനവധി നാഴികക്കല്ലുകളാണ്. 2009 ബൈലോ കൊണ്ടുവന്നു. 2014 നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനായി അംഗീകരിക്കപ്പെട്ടു. 2016 ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കം കുറിച്ചു. സംഘടനയുടെ ഓപ്പറേഷൻ സുഗമമാക്കുന്നതിനു വേണ്ടി ബൈലോ അമൻഡ് ചെയ്തു. 2017 ടെന്നീസ് ടൂർണമെന്റിനും ഫാമിലി നൈറ്റിനും തുടക്കം കുറിച്ചു. 2020 അരങ്ങിന് തുടക്കം കുറിച്ചു. 2022 ശിങ്കാരിമേളം നടത്തി. അങ്ങനെ ജനഹൃദയങ്ങളിൽ ഉത്സവം തീർത്തുകൊണ്ടാണ് ഓരോ കമ്മിറ്റിയും പടിയിറങ്ങിയത്. ഇന്നിതാ നമ്മൾ 2025 പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 12 മാസം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അഭിമാനിക്കാൻ നിരവധി മുഹൂർത്തങ്ങളാണുള്ളത്. ഒരു വർഷത്തെ പരിപാടികൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടായിരുന്നു 2023-24 കമ്മിറ്റി തുടങ്ങിയത്. തുടക്കം ഒക്ടോബറിലെ ഹാലോവീൻ പാർട്ടിയിലൂടെയായിരുന്നു. കേരള തനിമ വിളിച്ചോതുന്ന കേരളപ്പിറവി റീൽസും വിവിധ പരിപാടികളോടുകൂടിയ ഹോളിഡേ പാർട്ടിയും നമ്മൾ കണ്ടു. യുവത്വത്തെ നേതൃനിരയിൽ കൊണ്ടുവരാൻ വേണ്ടി ആദ്യമായി യൂത്ത് ക്ലബ്ബ് രൂപീകരിച്ചു. കളിയും കൂട്ടായ്മയും പിന്നെ അറിവിൻ്റെ ലോകവുമാണ് അവർ സമ്മാനിച്ചത്. ശൈത്യം അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തിയപ്പോഴും ഇവർ വെറുതെ ഇരുന്നില്ല. ഗിവിംഗ് ബാക്ക് എന്ന ലക്ഷ്യവുമായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി. കമ്മ്യൂണിറ്റിയുടെ പാചക നൈപുണ്യം പുറത്തു കൊണ്ടുവന്നതായിരുന്നു കേരള കഫേ. രുചിയേറിയ വ്യത്യസ്ത വിഭവങ്ങൾ അണിയിച്ചൊരുക്കിയുള്ള മറക്കാനാവാത്ത അനുഭവമായിരുന്നു അത്. മെന്റലിസം ഷോ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. പിന്നെ ഒരു വസന്തരാവിൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫാമിലി 5K നടത്തി. അതും കൈരളിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതിൽ പങ്കാളികളായി. 4 റൗണ്ട് ഫിനിഷ് ചെയ്യാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. പാർട്ടിസിപ്പന്റ് മെഡലും വാങ്ങിയായിരുന്നു ഓരോരുത്തരും മടങ്ങിയത്. 6 മാസത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിരുന്നു സ്റ്റീഫൻ ദേവസിയുടെയും സോളിഡ് ബാൻഡിന്റെയും കൈരളിയിലെ അരങ്ങേറ്റം. വളരെ സങ്കീർണവും പ്രയാസമേറിയതുമായിരുന്നു ഈ ഉദ്യമം. പക്ഷേ തങ്ങളുടെ ഇച്ഛാശക്തിയും നിങ്ങൾ ഓരോരുത്തരും നൽകിയ നസീമമായ സഹായവും ഈ പരിപാടിയെ യാഥാർത്ഥ്യമാക്കി. ഏവർക്കും ഞങ്ങളുടെ 1000 നന്ദി. ആസ്വാദക ഹൃദയത്തെ തൊട്ടുണർത്തിക്കൊണ്ട് സംഗീതത്തിന്റെ പ്രണവാഹാരം തീർക്കുകയായിരുന്നു പിന്നീട് അവർ ചെയ്തത്. പ്രായഭേദമന്യേ ഓരോ ആസ്വാദകനും ഈ ആനന്ദ നീലിമയിൽ ലയിച്ചാറാടുകയായിരുന്നു. സംഗീത കുളിർമഴ പെയ്യിച്ച് പാട്ടിന്റെ പാലാഴിയും തീർത്തിട്ടാണ് സ്റ്റീഫനും കൂട്ടരും വണ്ടി കയറിയത്. ഒന്നുറപ്പാണ്, ഇത് കൈരളിയുടെ ചരിത്രത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്നവയിലൊന്നായിരിക്കും. ഈ വർഷത്തെ പിക്നിക്കിൽ എന്തെങ്കിലും പുതുമ വേണമെന്നുള്ള ആലോചനയിൽ നിന്നാണ് ബോൺസി ഹൗസും സ്നോക്കോണും വന്നത്. കുട്ടികളെ അവരുടെ ലോകത്തേക്കും മുതിർന്നവരെ അവരുടേതായ ഇടത്തും എൻഗേജ് ചെയ്യിക്കാൻ ഇതുവഴി സാധിച്ചു. കരോക്കയും സോക്കറും വോളിബോളും ലേഡീസ് ക്രിക്കറ്റും പിന്നെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചീട്ടുകളിയും ഡിഫറൻ്റ് ആൻഡ് യുണീക്ക് ഫുഡും പിക്നിക്കിൻ്റെ മോടി കൂട്ടി. മനസ്സിൽ വിരിയുന്ന ഭാവനകളാണ് പിന്നീട് കഥയും കവിതകളുമായി പുറത്തു വരുന്നത്. 2020 താളുകളിലൂടെ ആദ്യമായി ഇത് ഡിജിറ്റൽ രൂപത്തിൽ പുറത്തു വരുമ്പോൾ നമ്മൾ കണ്ടത് നിരവധി എഴുത്തുകാരെയാണ്. ഇന്നിത് വളർന്നൊരു പ്രിന്റഡ് മീഡിയ ആകുമ്പോൾ അവരുടെ കലാസൃഷ്ടികൾ കൈരളി ഡൈജസ്റ്റ് 2024 എന്ന മാഗസിനിലെ ക്രിയേറ്റീവ് കോർണറിൽ നമ്മൾ കാണാതെ പോകരുത്. ഭാവിയിൽ ഇത് കൂടുതൽ ആളുകളെ എഴുതുവാനും വളർത്തുവാനും പ്രചോദനം കൊടുക്കുമെന്ന് കരുതാം. ഈ കമ്മിറ്റിയുടെ കൊടിയിറക്കത്തിന് ഇനി മിനിറ്റുകൾ മാത്രം. ഇന്ന് പൂക്കളത്തിൽ തുടങ്ങി ചായയിലൂടെ ഇതിന് തിരശീല വീഴുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത പരിപാടികളാണ്. എത്രയെത്ര ഓണസദ്യകൾ പലയിടങ്ങളിൽ നിന്ന് വരുത്തി നമ്മൾ കഴിച്ചിരിക്കുന്നു. നമ്മുടെ തട്ടകത്തിൽ സദ്യ ഉണ്ടാക്കുക എന്നത് വളരെ ദുർഘടം പിടിച്ച ഒന്നായിരുന്നു. കിച്ചൺ റെഡിയാകുമ്പോൾ ഷെഫ് ഉണ്ടാകില്ല, ഷെഫ് റെഡിയാകുമ്പോൾ കിച്ചൺ ഉണ്ടാകില്ല. അങ്ങനെ ഒരുപാട് വർഷത്തെ ആഗ്രഹം ഇന്ന് സഫലീകരിച്ചു. സ്വന്തം തട്ടകത്തിൽ നമ്മ മലയാളീസ് ഉണ്ടാക്കിയ സദ്യ കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഓണം കൂടിയാണിത്. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി തനിയാവർത്തനങ്ങൾ പകർന്നാടാതെ മാറുന്ന കാലത്തിനോടൊപ്പം സഞ്ചരിച്ച് പുത്തൻ പരീക്ഷണങ്ങളിലൂടെ പുതിയ പർവം തീർത്ത
2023-2024 കൈരളി കമ്മിറ്റിയെ കരഘോഷങ്ങളോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എ ബിഗ് സല്യൂട്ട് ടു ദ എൻറ്റയർ ടീം. ഒപ്പം പുതിയ കമ്മിറ്റിക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു ആൾ. ആരവങ്ങൾക്കും ആഘോഷങ്ങൾക്കും താൽക്കാലികമായി ഇന്ന് ഈ വേദിയിൽ തിരശ്ശീല വീഴുകയാണ്. എന്നിരുന്നാലും കൈരളിയുടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൈരളിയുടെ സ്നേഹോഷ്മളമായ ഓണാശംസകൾ.